ഹായ് ഫ്രണ്ട്സ്, അൾസറിനെ ഗ്യാസിൽ നിന്നും എങ്ങനെ തിരിച്ചറിയാം? അൾസർ ഉള്ളവരിലും ദഹനം കുറഞ്ഞിരിക്കുന്നതിനാൽ നെഞ്ചരിച്ചിൽ, പുളിച്ചു തികട്ടൽ, വയറുവീർപ്പ് തുടങ്ങിയ ഗ്യാസ് പ്രോബ്ലത്തിന്റെ ലക്ഷണങ്ങളും കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ഇത് ഗ്യാസ് പ്രോബ്ലമാണെന്ന് തെറ്റിദ്ധരിക്കുകയും സ്വയം ഗ്യാസിന്റെ മരുന്ന് വാങ്ങി കഴിക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ അൾസർ എന്നത് ആമാശയ ഭിത്തിയിലെ ലൈനിങ് ആയ മ്യൂക്കോസയിൽ ചെറിയ മുറിവുകൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്. ഇതിനെ ഗൗരവമായി കാണേണ്ടതാണ്. വയറു വിശന്നിരിക്കുമ്പോഴോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലോ എരിച്ചിലോട് കൂടിയ വേദനയോ വോമിറ്റിംഗ് സെൻസേഷനോ അനുഭവപ്പെടുന്നതാണ് അൾസറിന്റെ പ്രധാന ലക്ഷണം. നമ്മുടെ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് പ്രകാരം കൃത്യമായ ഇടവേളകളിൽ ആമാശയത്തിൽ ഡൈജസ്റ്റീവ് എൻസൈം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ കൃത്യസമയങ്ങളിൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇത് ആമാശയ ഭിത്തിയിൽ ഇൻഫ്ലമേഷനും മുറിവുകളോ ഉണ്ടാവാൻ കാരണമാകുന്നു. അൾസറിന്റെ മറ്റു കാരണമായി പറയാറുള്ളത് മലിനജലത്തിലൂടെയും മറ്റും പിടിപെട്ടേക്കാവുന്ന എച്ച് പൈലോറി ഇൻഫെക്ഷൻ, പുകവലി, മദ്യപാനം തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ അമിത ഉപയോഗം, എരിവടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായി കഴിക്കുന്നത്, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വേദന സംഹാരികളോ മറ്റു മരുന്നുകളോ തുടർച്ചയായി കഴിക്കുന്നത് എന്നിവയാണ്. പലരും അൾസർ എന്ന് കേൾക്കുമ്പോൾ എൻഡോസ്കോപ്പി ചെയ്യാനുള്ള ഭയം കൊണ്ടാണ് ചികിത്സ പോലും ചെയ്യാൻ മടിക്കുന്നത്. എന്നാൽ ആയുർവേദ പ്രകാരം ഭക്ഷണ രീതികൾ ക്രമപ്പെടുത്തി യോജിച്ച മരുന്നുകളുടെ സഹായത്തോടെ ഇത്തരം ലക്ഷണങ്ങളെ വേർതിരിച്ചറിഞ്ഞ് രോഗാരംഭത്തിൽ തന്നെ കൃത്യമായി ചികിത്സിക്കാൻ സാധിക്കും. അതിനാൽ സ്വയം ചികിത്സ ഒഴിവാക്കൂ. ഒരു ഡോക്ടറുടെ സഹായത്തോടെ ശരിയായ ചികിത്സ തിരഞ്ഞെടുക്കൂ. ഓരോ അറിവും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യൂ. ബി ഹെൽത്തി, ബി ഹാപ്പി.